പഴുപ്പുണ്ടോ? ചെറിയ രീതിയിൽ. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിൽ പുതിയൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മുൻകാലങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നമ്മളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മൾ കർഷകരെ സഹായിക്കുന്ന ഒരുപാട് ചിലപ്പോൾ പ്രൊഡക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാർഷികപരമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളുണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർഗാനിക് കേരളം കഴിവിൻ്റെ പരമാവധി സത്യസന്ധമായ രീതിയിൽ തന്നെ നിങ്ങളോട് സംവദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ അതുപോലെയുള്ളൊരു കർഷകൻ എന്ന് പറഞ്ഞാൽ കർഷകനിലുപരി കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഈ ഡയറി ഫാം മേഖലയിൽ നമ്മുടെ പശുക്കൾക്ക് ഒരുപാട് വില കൊടുത്തിട്ടാണ് നമ്മൾ പശുക്കളെ വാങ്ങുന്നത്. ചില സമയങ്ങളിൽ പശുക്കൾ നടക്കാൻ കഴിയാത്തൊരവസ്ഥ പശുക്കൾക്ക് പല സമയത്തും ഉണ്ടാവാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരെ കുളമ്പ്, നമ്മുടെ നഖം വലുതാവുന്ന പോലെ അവരുടെ കുളമ്പ് നീണ്ടു വളരുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ കറവയിലുള്ള പശുവോ അല്ലെങ്കിൽ ചെനയിലുള്ള പശുവൊക്കെ ആണെങ്കിൽ എണീക്കാൻ കഴിയാതെ വരിക, അതുപോലെ തന്നെ തീറ്റ എടുക്കാതിരിക്കുക, പാല് കറക്കുന്ന പശുവാണെങ്കിൽ പാല് കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു പോവുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കർഷക മേഖലയിൽ കർഷകർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനുള്ളൊരു പരിഹാരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മളൊരു പോർട്ടബിൾ ട്രവിസ് ഉപയോഗിച്ചിട്ട് ഒരു മിഷൻ ആണ് അതിൻ്റെ ഇത് കട്ട് ചെയ്യാനുള്ളത്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പശുവിനെ അതിൻ്റെ കുളമ്പ് നല്ല രീതിയിൽ കട്ട് ചെയ്ത് അതിന് നടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്ന ഇതെങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. നമ്മളിന്ന് മലപ്പുറം ജില്ലയിലെ പാങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ ഇങ്ങനെ നൗഷാദ് ഖാൻ്റെ ഫാമിലെ പശുക്കളെ മറ്റൊരു നൗഷാദ് ഖാൻ, അതായത് നമുക്കിത് ചെയ്തു തരുന്നത് വേങ്ങരയിലുള്ള ഒരു നൗഷാദ് ഖാനാണ് നമുക്കിത് ചെയ്തു തരുന്നത്. പുള്ളി കേരളത്തിലുടനീളം ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് നിങ്ങൾ ആവശ്യപ്പെട്ടാലും വന്ന് ചെയ്തു തരും. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നൗഷാദ് ഖാനോട് ചോദിച്ച് മനസ്സിലാക്കാം. അതോടൊപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി നമുക്കൊന്ന് കണ്ടിട്ട് നമുക്കതിനെ ഒന്ന് വിലയിരുത്താം. എന്തൊക്കെയാണെന്നുള്ളത് ക്ഷീര കർഷകർക്ക് ഒരുപാട് ഉപകാരമാവുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്കും മനസ്സിലായിട്ടുള്ളത്. നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. പക്ഷേ സത്യത്തിൽ ഈ പോർട്ടബിൾ ട്രവിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ്? അതായത് ഈ പശുക്കളെ കുളമ്പ് ട്രിം ചെയ്യുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം. പ്രധാനമായിട്ട് പശുക്കൾക്ക് എന്ത് വരുമ്പോൾ, അതായത് വാദമാണോ അതോ ശരിക്കും കുഴഞ്ഞു വീഴുകയാണ്? അല്ല, ഇത് പശുക്കളെ രണ്ടാമത്തെ ഹൃദയം എന്നറിയപ്പെടുന്ന ഒരു സംഭവമാണ് ഈ കുളമ്പ്. ശാസ്ത്രം പറയുന്നത് അങ്ങനെ. അപ്പം അത് വർഷത്തിൽ 1 to 2 ഇഞ്ചെങ്കിലും വളരും. അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, മനുഷ്യനെ നഖം പോലെ വളരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് നമ്മളെ വലിയ ഹൈ ഹീൽഡ് പശുക്കൾ, വലിയ വെയിറ്റുള്ള പശുക്കൾ, പ്രൊഡക്ഷന് കൂടുതലുള്ള പശുക്കൾക്ക് ഈ തൊയ്ത്തിൽ അധിക സമയം നിൽക്കുകയാണ്, അങ്ങനെ മേയാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഗ്രൈൻഡായി പോകാനോ തേഞ്ഞു പോകാനുള്ള അവസരം കുറവല്ലേ. അപ്പോൾ അത് നിന്ന് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് അതികഠിനമായ വേദന, പിന്നെ പശുക്കൾ മെലിയ, തീറ്റനോട് മടിപ്പ് വരിക, അധിക സമയം കിടക്കുക, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഞാൻ എൻ്റെ ഫാമിൽ നിൽക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് തീർച്ചയായിട്ടും ഇതുമായിട്ട് പശുക്കൾ. അതായത് അപ്പോൾ ഈ കറവയുള്ള പശുക്കളോ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ കർഷകർ ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അത് മാത്രമല്ല ശാരീരികമായിട്ട് ആ പശുവും ഒരുപാട് വേദനയും കാര്യങ്ങളുമായിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് എത്രയായി? ഞാൻ സ്വന്തമായിട്ട് ഫാം നടത്തുന്ന ഒരാളാണ്. സ്വന്തമായിട്ട് ഫാം നടത്തുന്നുണ്ട്? അതെ. അപ്പോൾ എൻ്റെ ഫാമിൽ എൻ്റെ പശുക്കൾക്ക് ഈ വിഷയം വരുമ്പോൾ ഡോക്ടർമാർ പറയും ഇങ്ങനെ ട്രിമ്മിങ് ചെയ്യണം. അപ്പോൾ അതിന് പോർട്ടബിൾ സംവിധാനം ഇല്ല, ഞങ്ങൾ ഒന്നെങ്കിൽ അങ്ങോട്ട് കോളേജിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ സംവിധാനത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോഴാണ് പിന്നെ ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞത്. അങ്ങനെ ആ ട്രെയിനിങ്ങിൽ ഞാൻ ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുക ചെയ്തു. പിന്നെ തമിഴ്നാട് ഈ ഡയറി എക്സിബിഷനിലൊക്കെ ഉണ്ടായപ്പം ഇതിനെക്കുറിച്ചിട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അത് ഞാൻ പരമാവധി അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഞാൻ ഇതിൻ്റെ ടൂൾസുകൾ വാങ്ങി ഡോക്ടേഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഞാനിത് പഠിച്ചെടുത്തു. പഠിച്ചെടുത്തപ്പോൾ ഞാൻ എൻ്റെ ഫാമുകൾ ചെയ്യും, എൻ്റെ പരിസരവാസികൾക്കായ ആളുകൾക്ക് ഞാൻ ചെയ്തു കൊടുക്കലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വാട്സപ്പൊക്കെ അങ്ങനെ വ്യാപകമായപ്പം ഇത് ഞങ്ങൾ ഞാൻ 2014 ഈ ട്രവിസ് ഉണ്ട്. അതിൽ എനിക്ക് ഞാൻ വേങ്ങര ആത്മ ബ്ലോക്കിൻ്റെ കീഴിൽ ഇതുണ്ടാക്കി എനിക്കൊരു 10,000 രൂപേൻ്റെ ഡെമോൺസ്ട്രേഷൻ എന്നുള്ള വകുപ്പിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്.
അതെല്ലേ. ഇപ്പൊ കേരളത്തിൽ ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട്. ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരുപാട് ക്ഷീര കർഷകരെയൊക്കെ സന്ദർശിക്കാറുണ്ട്. പലർക്കും പല പ്രശ്നങ്ങളും ഇതുപോലെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനൊരു സർവീസ് നിങ്ങൾ കേരളത്തിൽ ഒട്ടാകെ ചെയ്തു കൊടുക്കാൻ തയ്യാറാണോ? എവിടെയാണെങ്കിലും ചെയ്യുന്നുണ്ട്, ചെയ്തു കൊടുക്കാൻ തയ്യാറുമാണ് അല്ലേ? കേരളത്തിൽ ഇത് തന്നെ ചെയ്തു കൊടുക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? അത് മൊബൈൽ സർവീസ് ലൊക്കേഷനിൽ പോയിട്ട് ചെയ്തിട്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ. നമുക്ക് അപ്പോൾ ഒരു കാര്യം ചെയ്യാം. എന്താണ് ഈ ഒരു മിഷൻ്റെ ഒരു പ്രവർത്തന രീതി എന്താണെന്ന് നമുക്കൊന്ന് പറഞ്ഞുതരും. ഇത് പശുക്കളെ നമ്മളെ ഓരോ 4 കുളമ്പും പരിശോധിക്കാനും അത് ഒരുപാട് സമയം ഉയർത്തി നിർത്തുകയും വേണം, നമുക്ക് ഇളകാണ്ട്. അപ്പോൾ അതിന് സൗകര്യപ്രദമായ ഒരു ഇത് വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട്, ഇത് അതർ സ്റ്റേറ്റുകളിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഞാൻ ഡിസൈൻ ചെയ്തിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമുക്കൊരു പ്രശ്നമുള്ളൊരു ഫാമിലേക്ക് നമ്മൾ ട്രെവിസും കൊണ്ട് ചെന്ന് നമ്മൾ ടൂൾസും ചെന്ന് കഴിഞ്ഞാൽ പശുവിനെ അപകടമില്ലാതെ അതിൽ ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നിർത്താൻ, പിന്നെ കാലൊക്കെ ഉയർത്തി നിർത്താനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അതുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ഈ മിഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അതിനുശേഷം ഇതെങ്ങനെ ചെയ്യുന്നതും കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും. ഇതല്ലേ ഇപ്പൊ നമ്മുടെ ഈ മിഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതെ. എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്? എന്താണ് ഇതിന്റെ ഒരു മെത്തേഡ്? എങ്ങനെയാണ് ഇതില് പശുവിനെ ഇത് തുറന്നിട്ട് പശുവിനെ അകത്തേക്ക് കയറ്റുക ചെയ്യുക. ഇതിലൂടെ കടത്തിയിട്ട് പിന്നെ ഇതിൽ തല പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ലോക്ക് ചെയ്യാൻ പറ്റും. ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് ബാക്കും ഇതേപോലെ ഇത് അടച്ചിങ്ങനെ ലോക്ക് ചെയ്യുക ഇവിടെ പിന്നിട്ടിട്ട്. പിന്നെ പശുവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്ത് പോകാൻ പറ്റില്ല. അതെ, അതിൽ മരപ്പലകയാണ്. അത് പിന്നെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇലക്ട്രിക്. അതെ. പിന്നെ ഇതിൽ അടിയിൽ ബെൽറ്റുകളുണ്ട്, 2 ബെൽറ്റാണ്. ഈ ബെൽറ്റ് ഉപയോഗിച്ച് പശുവിനെ ഇവിടെ വീണു പോകാതിരിക്കാൻ, കിടക്കാണ്ടിരിക്കാനും അതിൽ അതിൽ നിൽക്കും. പിന്നെ അതേപോലെ കൈ ഫ്രണ്ടിലെ റൈറ്റ് സൈഡിലെ കൈ ഇതിലേക്ക് പിടിച്ച് മടക്കിയിട്ട് ഇതിൽ ലോക്ക് ചെയ്ത് വെക്കുക ചെയ്യുക, ഈ സൈഡിൽ ഇതിന് മേലെ. പിന്നെ ആവശ്യത്തിന് ഇതേപോലെ ഈ ബെൽറ്റ് ഹുക്ക് ഉപയോഗിച്ച് ബാക്കിലെ ഫൂട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കെട്ടിയിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് പൊക്കി നിർത്താൻ പറ്റും. അതെ. ബൈ അന്തർ ജാओ സീത. ഒന്ന് ലോക്ക് ചെയ്തോ. ബാക്കിൽ ഇവിടെ ലോക്ക് ചെയ്തു അല്ലേ? അതെ. ഇനി ഇതിന് പശുവിന് ബാക്കോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഫ്രണ്ടിൽ ഇങ്ങനെ ഇപ്പുറം കെട്ടണ്ടേ നോക്കാം? അതെ, ഇല്ല, അത് ഓക്കെ ആയി. ഇനി ഓക്കെ അവിടെ ടൈറ്റ് ആയില്ലേ? ഇപ്പോൾ ഇത് പശു സേഫായി. ഇനി നമുക്ക് ആവശ്യാനുസരണം കയ്യോ കാലോ പൊക്കി നിർത്താം. അതെ, ഇനി അത് കാലിൽ കെട്ടണം. അതെ, പൊക്കി. വേഗം ഓക്കെ പോട്ടെ. ഇതിപ്പോൾ നമ്മളെന്താ ക്ലീൻ ചെയ്യുന്നു? അതെ. ഇതിപ്പം 7 സെൻറ്റി നീളം കൊണ്ടെടുത്ത് ഇത്ര കൂടുതലാണ്. അതായത് 7 സെന്റിമീറ്റർ വേണ്ടത്? അതെ. 7 സെന്റിമീറ്ററിൽ ഇത്ര നീളം കൂടുതലാണ്. അതെ. അപ്പോൾ ഈ നീളം കൂടുക കാരണം പിന്നെ ഇതിൻ്റെ ഈ കുഷ്യനെ ഇവിടെ ലോഡാക്കുക ചെയ്യുക പശുക്കളെ. അപ്പോൾ ഇതിന് പെയിൻ ഉണ്ടാവും. ഇതൊക്കെ കണ്ടില്ലേ, ദ്രവിച്ചു പോയി കഴിഞ്ഞു. ഇവിടെ യൂസ് ചെയ്യാൻ നീളം കൂടുന്തോറും ഇവിടേക്ക് വെയിറ്റ് വരും.
ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാം. അതെ. ഇനി ഇത് നിരപ്പ് ഒപ്പിച്ച് പിന്നെ ലെവൽ ചെയ്തതിനു ശേഷം വക്കുകളും അളവൊപ്പിച്ച് കട്ട് ചെയ്യാം. അങ്ങനെയാണോ ചേരാ? ഓ, ഇതുവരെ സംബന്ധിച്ചിപ്പോൾ വേദന ഉണ്ടാവും. ഇത് ഈ നഖം ചെത്തുന്നതിന് വേദന വരില്ല. ഇല്ലില്ല. ഗ്രൈൻഡർ ഇനി ഇത് ഗ്രൈൻഡ് ചെയ്ത് വശങ്ങളൊക്കെ ഷേപ്പാക്കി എടുക്കണം. അതെ. ശരി. ഇത് ഇത്ര ചെയ്യാനുള്ളൂ. ഇതിന് വെയിറ്റ് ടോട്ടലി ഒരേപോലെ ഒരു കാലിലേക്ക് കുളമ്പിലേക്ക്. ഇത് ഇപ്പം ഞാൻ വെച്ചത് 7 സെൻറ്റിമീറ്റർ ലെങ്ത്താണ്. അതെ അതെ അതെ. ഇത് ശരിക്കും ഒരു പശുവിന്റെ കുളമ്പിന്റെ നീളം എന്ന് പറയുന്നത് 7 സെന്റിയിലാണ്. ഓ, നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് ട്രെയിനിങ്ങിന് കറക്റ്റ് ആയിട്ട്. ഇത് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ട്രെയിനിങ് ആണോ? അതെ അതെ. അതല്ലേ. ഇതെന്താണ് നൗഷാക്ക? ഇത് ഇതിന്റെ ഫ്രണ്ടിലെ ഫുട്ട് ട്രിം ചെയ്യാണ്. അതെ. നമ്മൾ 4 അല്ല 4 കുളമ്പും ഒരേപോലെ ബെൽറ്റ് ഇട്ടോ. ഇതിൻ്റെ ഈ ഇതേ ഇവിടെ ഈ തൂർന്ന് വരുന്നത് ഈ ദശ പോലത്തെ പിന്നെ അസുഖങ്ങൾ വരും കാലിൻ്റെ ഇടയിൽ. ഇവിടെ ഈ ഇടഭാഗം തൂർന്ന് വരുമ്പം ഇത് ശരിക്കും ഗ്രൈൻഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നഖം മുറിക്കുന്ന മാതിരിയുള്ള പ്രോസസ്സ് മാത്രമാണോ അത് എന്തെങ്കിലും രോഗങ്ങൾക്ക്? ഒരുപാട്, അതായത് ഇത് കാരണം ഈ വേദന കാരണം ഒരുപാട് അസുഖങ്ങളുണ്ടാവും. തീറ്റനോട് മടിപ്പ്, അതേപോലെ ക്ഷീണം, അധിക സമയം കിടപ്പ്. ഈ പശു അധിക സമയം കിടക്കാന്നാണ് ഇവർ പറഞ്ഞത്. അതെ അതെ. ചെറിയ ഈ സൈഡേ കുറച്ചൊന്ന് ഈ ലെയർ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇതുണ്ടോ?
അതിൻ്റെ ഉള്ളിൽ ചെളി ഇത് അല്ലേ? ഇത് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോയി. അപ്പോൾ ഇത് ഈ സമയമാകുമ്പോൾ ഇത് നീക്കം ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ പെയിൻ ഉണ്ടാവും കേട്ടോ. ഓ ഇതുണ്ടോ? ഇത്രയും ഇത് ശരിക്കും കേട് തന്നെയാണ് ഉള്ളിരിക്കല്ലേ? ഓ ഇത് കാരണമാണ് ഈ പശു, ഈ വേദന കാരണമാണ് ഈ പശു അധിക സമയം കിടക്കണത്. ഓ കാലിൻ്റെ ഈ അതെ അതെ, ഇതിന് വീക്കം കണ്ടില്ലേ? അതെ. പഴുപ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിലൊരു അല്ലേ? ഓ ഒരു നമ്മൾ ഗവൺമെന്റ് തലത്തിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഡോക്ടർ? ഡോക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതല്ലേ? അത് കോളേജിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്യാവശ്യം അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഫാമുകളിൽ വന്നിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിന് വേണ്ട എക്യുപ്മെന്റ്സ് ഒക്കെ നിങ്ങൾ തന്നെ? ഞാൻ പർച്ചേസ് ചെയ്തതാണ് അതിന്. പിന്നെ ഈ ട്രവിസെല്ലാം ഞാൻ സ്വയം ഡിസൈൻ ചെയ്തുണ്ടാക്കിയതാണ്. ഇത് കംപ്ലീറ്റ് നമുക്ക് ക്ലീൻ ചെയ്യാതെ ഇത് ചെയ്താലേ പിന്നീട് അത് അതിൻ്റെ ഉള്ളിലേക്ക് പഴുപ്പ് കയറില്ലേ? പൈപ്പ് കയറും. കയറിയിട്ട് നിങ്ങൾ മരുന്ന് വെക്കുമോ? എന്താണ്? അതായത് നമ്മളെ മരുന്നുകളുണ്ട്, ടെട്രാസൈക്ലിൻ പൗഡിയും അതല്ലേ തുരിശ് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ച് ഡ്രസ്സ് ചെയ്യാം. ഇതിൽ ഷൂ ഒട്ടിക്കണം, എങ്കിലും ഇനി ഈ കാല് ഇതിന് ലോഡ് ഈ പേണിയിൽ ഇനി ലോഡ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് ഉയർത്തി നിർത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിലൊരു ഷൂ ഒട്ടിക്കുക ചെയ്യാം. അതായത് വുഡിൻ്റെ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ ഷൂ ഒട്ടിക്കണോ? ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും വളർന്നു വരില്ലേ ഈ സാധനം? അതായത് ഷൂ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം കണ്ടിട്ട് അത് ഇതിൻ്റെ മേലെ ഇരിക്കും. അപ്പോഴേക്കും ഇതെന്താവും, അപ്പോൾ ഇതെന്താവും, ഇത് സെറ്റാവും, വളർന്നു വരും, ഈ മുറിവ് ഉണങ്ങും. അപ്പോൾ പശുവിനാണെങ്കിൽ അത്രയും ദിവസം വേദന സഹിക്കേണ്ട ആവശ്യമില്ല, വേദന കുറഞ്ഞു കിട്ടും. അത് കഴിഞ്ഞ് ഷൂ താനെ ഇളക്കി പോവും, അല്ലെങ്കിൽ നമ്മളൊന്ന് ഇളക്കി കളഞ്ഞാൽ മതി. അപ്പോഴേക്കും ഇതെന്താവും, വളർച്ച പൂർണ്ണമായി, ഇത് ഉണങ്ങി, മുറിവ് ഉണങ്ങി ശരിയായിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ അവിടെ ഇതായത് കംപ്ലീറ്റ് വേസ്റ്റും വേസ്റ്റ് എല്ലാം നീക്കം ചെയ്ത് ഫ്രഷ് ആക്കി കൊടുത്താൽ ഉള്ളിലേക്ക് മുറി ആയാലും കുഴപ്പമില്ല. ഇല്ല, മരുന്ന് അത് പിന്നെ ഉണങ്ങിക്കോളും. ഉണങ്ങും. പഴുപ്പുണ്ടോ? ചെറിയ രീതിയിൽ. ഫൈസൽ, ബ്ലഡ് ഓഫ്. ഇത് പോയഡിൻ, അയോഡിൻ, സാധാരണ ഉപയോഗിക്കുന്ന അയോഡിനാണ്. ബ്ലഡ് ഓഫ്. അതെ അതെ. ഒരു വിധമൊക്കെ നിൽക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് വെച്ച് പിടിക്കുക ചെയ്യാം. അതാവുമ്പോൾ ചൂടാവും. ഇതിൽ നിൽക്കണില്ല എന്നുണ്ട് വെച്ചാൽ ഞങ്ങൾ പിന്നെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് കേസുകളാണെങ്കിൽ ഇവിടുന്ന് ഡോക്ടറെ വിളിക്കലാണ്. അൾസർ അല്ലാണ്ട് പഴുപ്പ് കയറിയതൊക്കെ. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ആ പ്രദേശത്തെ ഡോക്ടറെ അവർ വിളിക്കലാണ് ഞങ്ങൾ. ഇതാണ് വുഡൻ ബ്ലോക്ക്. ഇത് ഇതിൽ ഫിക്സ് ചെയ്യുക. അതെ, ഫിക്സ് ചെയ്യും. അപ്പം സ്വാഭാവികമായിട്ട് പിന്നെ പശുവിന് വെയിറ്റ് എല്ലാം ഇതിൻ്റെ മേലേക്കാവും. അപ്പം സ്വാഭാവികമായിട്ട് ഇത് ഫ്രീ ആവും, ഈ മുറിവ് പെട്ടെന്ന് ഉണങ്ങും ചെയ്യും, വേദന എല്ലാം നടന്നു പോകും. അതിന് വേദന അതോട് കൂടിയിട്ട് ഒഴിവാകുമല്ലോ. ശരി, അപ്പം തന്നെ അത് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്.
ഇതെന്താണ് മെറ്റീരിയൽ, എന്താണ്? ഇത് വുഡ് തന്നെയാണ്. എന്ത് മരമാണ് ഇത് എന്ത് മരമാണെന്നുള്ള കുറിച്ച് എനിക്കറിയില്ല. എങ്ങനെയാണ് ഇതിന്? ഞമ്മളിത് വാങ്ങിക്കണം, നമ്മളൊരു ടീമിനോട് പറഞ്ഞിട്ട് അവർ എത്തിച്ചേരുന്നതാണ്. അവരെത്തിച്ചേരണല്ലേ? ഓ ഓ, ഇതിപ്പോൾ ഈ ബ്ലോക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഗ്ലൂ ആണ്. അപ്പോൾ ഇത് പിന്നെ കുറച്ച് സ്ട്രോങ് ഗ്ലൂ ആണ്. ഇത് ഒരു മാസം 2 മാസമൊക്കെ ഇരിക്കുന്ന രീതിയിൽ നമ്മളെ ഇത് വളരെ പെട്ടെന്ന് ഉണങ്ങും. പെട്ടെന്ന് ഉണങ്ങും. അതെ, ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ ഉണങ്ങിക്കോ. ഓ, ടൈറ്റായിട്ട് ഉണങ്ങും. അപ്പോൾ പിന്നെ പശുവിൻ്റെ ഭാരം ഫുള്ളായിട്ട് ഇതിലേക്ക് വന്നോളും. അപ്പോൾ ഇപ്പൊ ഈ വേദന നമ്മൾ ഈ ക്ലീൻ ചെയ്തല്ലോ, ഇതിന് ശേഷം ഇത് ഒട്ടിച്ച പശു കറക്റ്റ്. അതായത് പിന്നെ കാല് കുത്തുമ്പോൾ പശുവിന് വേദന ഏൽക്കൂല, വേദന പിന്നെ വരൂലല്ലോ. കാരണം ആ നഖം പിന്നെ ലോഡ് വരുന്നില്ല, അതിൽ ഭൂമിയിൽ തട്ടൂലല്ലോ. ഓക്കെ, കംപ്ലീറ്റ് വെയിറ്റ് ഇതിലേക്കാണ് വരിക. അതെ അതെ, 1 മാസം വരെയൊക്കെ നിൽക്കും ചെയ്യും. ഓ ഓ, ഓ, ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഗ്ലൂല് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതെ, ഇനി ഇതേ ഈ മുറിവ്, ഈ അൾസറുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യും, മെഡിസിൻ വെച്ചിട്ട് ഡ്രസ്സ് ചെയ്യുക. ഡ്രസ്സ് ചെയ്തൊരു 5 ദിവസം കഴിയുമ്പം ആ ഡ്രസ്സ് അയച്ച് ഒഴിവാക്കിയിട്ട് കോവിഡിങ് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ മുറിവ് അത് സാധാരണ അധികവും ഉണങ്ങി പോവാറുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രാദേശിക ഡോക്ടറോട് എന്താ വെച്ചാൽ ഇതിന് കണ്ടിന്യൂ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ആണോ അല്ലെങ്കിൽ പിന്നെ മെഡിസിൻ ആണോ എന്നുള്ളത് ഡോക്ടറാണ് തീരുമാനിക്കുക. ഇത് മാത്രം വെച്ചാൽ മതിയോ? ഓ, മതി. മറ്റേ കാല് നിലത്ത് കൊള്ളണം. ഇനി ഇത് ഈ നിലത്ത് ലോഡാവില്ല. ഈ കമ്പനീൻ്റെ പശുവിൻ്റെ വെയിറ്റ് ഇതിലേക്കാണ് വരിക. അപ്പോൾ അതിനൊരു സ്വാഭാവികമായിട്ട് അതിനൊരു ആശ്വാസം കിട്ടും. ഒന്നും ചെയ്യാം. അതെ, മുറിവുള്ളത് സത്യം പറഞ്ഞാൽ ഇതിന് ഭയങ്കര പെയിനാണ്, ഭയങ്കര വേദന കാരണമാണ് ഈ പശു ഈ ഒരു ബോഡി വീക്കായി പോയത്. ഈ ഒരു പ്രശ്നം അധിക സമയം കിടക്കാനുള്ള കാരണം ഈ പശു ഇങ്ങനെ കിടക്കുകയാണ് അധിക സമയവും എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, ആ വേദന സഹിക്കാൻ കഴിയാത്തോണ്ടാ. ഇതിന് റിസൾട്ടും ഉണ്ട്. ഓ, ഇത് അൾസറിലേക്ക് ഇത് ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടേ 3-4 ദിവസം കഴിഞ്ഞിട്ട് അഴിച്ച് ഒഴിവാക്കിയാൽ മതി. അതുവരെ നനയാതിരിക്കലാണ് നല്ലത്. അതെ അതെ, കാലിനെ വരാറില്ലേ, ബാക്കിലെ വരാറില്ലേ? നമ്മളിപ്പോ 4 കാലും ചെക്ക് ചെയ്തല്ലോ. അതെ, ഒരു ഫൈനൽ റിസൾട്ട് എന്താണ് നമ്മളെ പശു? 4 കാലും ട്രിം ചെയ്ത് അതിൽ ഫ്രണ്ട് ഫൂട്ട് റൈറ്റ് സൈഡിൽ അതിൽ അൾസറാണ്. അതിന് മാത്രം. അതെ, അത് നമ്മളെ ബ്ലോക്ക് ഒട്ടിച്ചിട്ടുണ്ട്, ഡ്രസ് ചെയ്തു. രണ്ടാമത് ഈ ഫ്രണ്ട് ഫൂട്ടിൽ തന്നെ ലെഫ്റ്റ് സൈഡ് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത്
ഓപ്പൺ ആക്കി വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. മതി. ഇത് മുറിവില്ല, ഹാർഡാണ്, മുറിവ് ഉണങ്ങി പോയിട്ടുണ്ട് മുമ്പ് ഉണ്ടായിട്ടേ. അപ്പോൾ അതൊന്ന് തുറന്ന് ഓപ്പൺ ഫ്രഷ് ആക്കിയിട്ട് ഇതെന്താ ഗ്രൈൻഡ് ചെയ്ത് വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങനെ ഒരു ബ്ലോക്കിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല, അതിന് അത്ര ഒരു പെയിൻ ഇല്ല. ഫൈസലേ ഈ ഫ്രണ്ടിലെ ഗേറ്റ് ദൂരാണ്ട് भैया थोड़ा छोड़ दो रस्सी നല്ലൊരു ക്ഷീണമുണ്ട് പയ്യനല്ലേ. പിന്നെ നൗഷാദ് എത്ര ദിവസമായി ഇങ്ങനെ നമ്മളെ ഈ പശുവിന് ഇത് തുടങ്ങി? കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലിലാണ് പശു വരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തിൽ അത്ര കാണുന്നില്ല പശു. പിന്നെ തീറ്റെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിടക്കുന്നു, കാല് കൈ ഇടക്കിടക്ക് പൊതുക്കുക മടക്കുക, നിലത്ത് വെക്കുന്നില്ല, പൊക്കിക്കൊണ്ട് കുടിക്കുക, പിന്നെ കുറച്ച് വെക്കുക, പിന്നെ വെക്കുക, പെട്ടെന്ന് കിടക്കുക. ഇത് കാരണം പാല് കുറവ്. ഈ പ്രസവത്തിൽ പാല് നല്ല കുറവുണ്ട്. അപ്പോൾ ഈ സംശയത്തിൻ്റെ പേരിൽ ഡോക്ടർ നോക്കിയതാണ്. ഡോക്ടർ നോക്കി പറഞ്ഞു കയ്യിന് കുളമ്പ് ട്രിം ചെയ്യേണ്ട ആവശ്യമുണ്ട്, നല്ല കേടുണ്ട്, പഴുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിന്റെ ഫ്രണ്ട് തന്നെയാണ്, ഞങ്ങൾ പരിചയമുള്ള ആളാണ്. പരിചയപ്പെട്ട് അങ്ങനെ ചെയ്തപ്പോൾ ഡോക്ടർ നിർദ്ദേശം ചെയ്യുന്നത് പഞ്ചായത്ത് ഡോക്ടർ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ പശുവിൻ്റെ ഒരു വേദനാജനകമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഇത്രയും കണ്ടത്. കാരണം എന്താ വെച്ചാൽ അത്രയും വയ്യാതിരിക്കുന്നൊരു പശുവിനെ നമ്മളിപ്പോൾ അതിന് നടക്കാവുന്ന രീതിയിലേക്ക് ഏറ്റവും നല്ല രീതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇത് ശരിക്കും കേരളത്തിലെ എല്ലാ ക്ഷീരകർഷകരും അനുഭവിക്കുന്നൊരു പ്രശ്നമാണ്. അതിനുള്ളൊരു പരിഹാരമാണ് നമ്മളിപ്പോൾ ഓർഗാനിക് കേരളത്തിലൂടെ നൗഷാദ് കട ഈ ഒരു സർവീസ് നമ്മൾ കാണിച്ചു തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം. നമ്മുടെ നൗഷാദ് ക ഇതിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്താ വെച്ചാൽ പുള്ളിക്ക് പരിചയമുള്ള ഒരാളുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ പശുവിന് നടക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് അതിനെ മാറിയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, നമ്മളെ അടുത്തുള്ള പിന്നെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തും കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും. അപ്പോൾ എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇത് നിങ്ങൾക്കെല്ലാവർക്കും കേരളത്തിൽ എവിടെ വന്നിട്ട് ഇവർ ചെയ്തു തരും. കേരളത്തിൽ മാത്രമല്ല, പുറത്തേക്കും പോകാൻ എവിടെയാണെങ്കിലും ഇവർ വന്ന് ചെയ്തു തരാൻ തയ്യാറുള്ള ആളുകൾ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നൗഷാദിനെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നൗഷാദിൻ്റെ നമ്പർ കൊടുക്കാം. തുടർന്നും നമ്മുടെ കൂടെ ഇത്രയും കാലം സപ്പോർട്ടോടു കൂടി കൂടെ ഉണ്ടായിരുന്നത് പോലെ തുടർന്നും നമ്മുടെ കൂടെ ഉണ്ടാകും.